ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ഈശ്വരായ നമഃ. ആ ഇന്ന് ഗോന്നുട്ടിയുടെ പിറന്നാളാണ്. കോളേജില്ലേ മോൾക്കിന്ന്? നന്ദിനി പൊയ്ക്കോളൂ. എന്നെ കണ്ടൊന്നും മിണ്ടിയെന്നും ഒക്കെ വീട്ടിലറിഞ്ഞ പിന്നെ അത് മതി. ചെറിയമ്മ ഇതാ ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. കണ്ടു. ഒരർച്ചന മകം അല്ലേ? എനിക്കല്ല, ഗോവിന്ദൻകുട്ടിയേട്ടന്. അത്തം. ഓ അത് ശരി, നമ്മുടെ ഗോവിന്ദൻകുട്ടി. ഒപ്പിടാൻ പറഞ്ഞാ കേക്കില്ല അല്ലേടാ പറ്റൂലേ? മുതലമട പഞ്ചായത്തിൽ അതിലിരിക്കുന്ന 3 മുറിപ്പീടികകളും പുത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി മകൻ വാസുദേവൻ നമ്പൂതിരിക്ക് ഇവിടെ തീർന്നു കൊള്ളാമെന്ന് ഇതിനാൽ നിരുപാധികം സമ്മതിക്കുന്നു. ഗോവിന്ദൻകുട്ടി ഇതില്ല, ഇത് ഞങ്ങളുടെ കുടുംബകാരിയാണ്. വാ തുറക്കടാ. എന്തിനാ തുറക്കടാ? എന്തിനാ? അപ്പു സാറോ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരിക്കൂ. രണ്ടു കൂട്ടരുടെയും പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. കേസ് ചാർജ് ചെയ്യാൻ എന്റെ പണിക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയില് ഇടിച്ചു കയറി ചെന്ന് വഴക്കുണ്ടാക്കിയത് ഇവനാ. വേണ്ട, വിസ്തരിച്ചാ കൂടുതൽ വഷളാവും. അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുക, പിടിച്ചു വെക്കുക, നിർബന്ധിച്ച് പ്രമാണത്തിൽ ഒപ്പിടി വെക്കുക, ഇതൊക്കെ വകുപ്പ് വേറെയാ. ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല. എന്റെ ഭഗവതി, ഞാൻ ആരെയും വിളിച്ചിറക്കിയതുമില്ല, പിടിച്ചു വെച്ചതുമില്ല, ഒപ്പിടിച്ചതും ഇല്ല. അങ്ങനെ വല്ലതായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യോ? ഊണൂന് വിട്ടോണ്ട് നട്ടാക്കിളിക്കാത്ത നുണ പറയാതോ പീറ നമ്പൂരി. അപ്പു സാറ് എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും. സാറ് തറവാടിയാണ്. അതുപോലെയാണോ ഇവൻ ഈ തന്തയ്ക്ക് പറക്കാത്ത? മതി മതി, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എന്റെ സ്വഭാവം മാറും. കേസ് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് ചെയ്യാം, ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ വിടാം. അതല്ല വിട്ടയക്കാം എന്നാണെങ്കിൽ വൈകിക്കണ്ട. പിടിച്ചോണ്ട് പോയിക്കോ. പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ. ഇത് എത്രാമത്തെ പ്രാവശ്യമോ ഗോവിന്ദൻകുട്ടി? ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്ക് വടക്ക് നടത്തുന്നൊരു മര്യാദ വേണ്ടേ? ഞാൻ ആരോടും പറഞ്ഞില്ല വരാനും ജാമ്യത്തിൽ ഇറക്കാനും. ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ടടിയാണ് മറുപടി. സാരമില്ല, ഗോവിന്ദൻകുട്ടി പൊക്കോട്ടെ. ഇന്ന് അവന്റെ പിറന്നാളാ. നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം. വാരഫലം കൊള്ളാം. പൊയ്ക്കോ. മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കല്ലേ എവിടെ നിന്ന് പോകുന്നത്? പോക്കിരിത്തരം കണ്ട കൈയും കെട്ടി നോക്കിയേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോടാണ്. നീ എന്നെ പഠിപ്പിക്ക. ഉണ്ണി, അവനെ വിളിച്ചോണ്ട് പോ. ഏയ്, ഇവൻ ശരിയാവില്ല സാറേ. നിങ്ങൾ വളം വെച്ച് കൊടുക്കും തോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ, അവൻ നന്നാവും. അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇത് ഇവിടം കൊണ്ട് അങ്ങ് തീരാൻ പോണില്ല. ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല. കണ്ടോ, ഇവിടെ ചോര വീഴും.
നിങ്ങൾ ഈ കണ്ടവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂണിയനിലോട്ട് താ. കാലം മാറി. ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ രാഷ്ട്രീയവൽക്കരിക്കണം. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല. അതേ ഇനം വേറെയാ. ഇനം ഏതാണെന്ന് ആർക്കറിയാം? ഓർമ്മയായ കാലം തൊട്ട് തന്തയാരെന്ന് തപ്പി തുടങ്ങിയതാ. ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക, എന്നിട്ട് തീരുമാനിക്കാം ഇനം. എന്റെ തിരുമേനി, ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. താൻ കണ്ടിട്ടുണ്ടോ? കാണണ്ടല്ലോ, കേട്ടാൽ അറിയാലോ. ഊര് വെറുപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ. ഉത്സവ പറമ്പിലേ 2 പോലീസുകാരെയാ വെട്ടി മലത്തിയത്. സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല. ആ അദ്രുമാനാണ് ഈ ഗോവിന്ദൻകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി പുത്തൻകവല വരെ ഇട്ട് ഇടിച്ചത്. ഒടിഞ്ഞ കാലം തൂക്കി രാഖി രാമായണം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ. അതാ ഇനം. വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കുവോ? പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായരെ. അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാവും നാടുവിട്ട്? അത് അയാളോട് ചോദിക്കണം. ഇയാള് വലിയ വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ആരും കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ചന്ദ്രൻ കുഞ്ഞൊന്നും മൂളിയാ മതി. ചിങ്കിടികളല്ല, സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും. ഇറ്റേന്ന് ഗോവിന്ദൻകുട്ടിയുടെ ജഡം വണ്ടിത്താഴത്തടിക്കും. നമ്പൂരിന്ന് എണീറ്റേ. എഴുന്നേൽക്കോ? എന്തിനാ? വേറൊന്നുമല്ല, പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും ദുശീലം കൊണ്ടേ. എടോ പേട്ട് നേരെ ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറഞ്ഞോണ്ടല്ലോ. എനിക്ക് മനസ്സിലാകാത്ത അതല്ല, ഇയാൾക്ക് എന്തിന്റെ കഴപ്പ ഈ അപ്പൂന്? ആർക്കോ പിറന്ന ഒരു കുരുത്തദോഷി, പിന്നെ ഒരു പീറ നമ്പൂരിച്ചക്കൻ. അവരാണോ വലുത്? സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ? ഇന്നറിയണം എനിക്ക്. അതെന്തൊരു ചോദ്യ? ഗോവിന്ദൻകുട്ടി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ. അപ്പേട്ടിന് മറ്റാരും പിഴച്ച് പറ്റെങ്കിലും മുറപ്പെണ്ണല്ലാണ്ടാവോ? അല്ല പരമേശ്വരൻ നായരെ, ഞാൻ കെട്ടിക്കേറി വന്നവൻ. കൂടി വന്നാൽ എനിക്കിങ്ങനെ വായിട്ടലയ്ക്കാം. നേരിട്ട് അവകാശികളുണ്ടല്ലോ, തലയ്ക്ക് മൂത്തോര്. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടല്ല, ഇവിടത്തെ കാര്യങ്ങൾ നോക്കി അന്തസ്സായിട്ട് ഒരു കാരണവരെ പോലെ ഇരുന്ന പോരെ അപ്പൂന്. ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ 100 ന്യായങ്ങൾ എഴുന്നള്ളിക്കും. ആരും ഒന്നും പറയണ്ട, കൈയും കെട്ടി നിന്നോളൂ. അവരെ അവനെയും കൂട്ടി അങ്ങോര് അവസാനം ഇവിടെ കയറ്റി താമസിപ്പിക്കും. അതാ ഉണ്ടാവും പോണേ. അന്ന് ഇറങ്ങും ഞാൻ ഇവിടുന്ന്. കാശും പണവും കണ്ടിട്ടൊന്നുമല്ല കാരണവന്മാര് ഈ ബന്ധം ഉറപ്പിച്ചത്. തറവാടിന്റെ പ്രതാപം കണ്ടിട്ടാ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ അളിയന്റെ കൂടെ. പണ്ടൊരുത്തി ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് ആയുഷ്കാലം മുഴുവൻ ചുവന്നോളാന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കേ. എന്നാ നീ ഉണ്ട്. അല്ല പിന്നെ എന്താ? മറ്റുള്ളവരോട് കാണിക്കണേന്റെ 4-1 സ്നേഹം ഞങ്ങളോട് കാണിച്ചോടെ അപ്പൂനെ. ഇപ്പൊ കുറ്റം എന്റെ മോനും അവന്റെ അച്ഛനും. നീ എതിര് നിന്നപ്പോ അങ്ങേർക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലാണ്ടായില്ലേ? അവനവൻ നിൽക്കേണ്ടിടത്ത് നിന്നാൽ ആരും അല്ലാണ്ടാവില്ല. ആരാ നിൽക്കുന്നിടം മറക്കുന്നേ? ഞാനോ? നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. അതാ ചരിത്രം. ചേച്ചി എന്താ പറഞ്ഞത്? മറ്റുള്ളവരെന്ന് അല്ലേ? എന്നാ ഗോവിന്ദൻകുട്ടിയും അവന്റെ അമ്മയും എനിക്ക് അങ്ങനെയല്ല എന്നും. പിന്നെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല 2 വാക്ക് പറഞ്ഞു കൊടുക്കും. നന്ദിനി, തൊട്ട് തക്കാൻ എന്തെങ്കിലും ആ ചാവടിലിട്ട് വെച്ചേക്ക്. കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ടു കൊടുക്കടി. വീട്ടിലെ കാരണം ഒരു കള്ളു കുടിച്ച് ചത്തുന്ന് പറയിപ്പിക്കണമല്ലോ. എന്തായാലും ചത്ത് കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ. ഒപ്പിന് വിലയുണ്ടല്ലോ. അമ്മ എന്തിനാ ഈ രാത്രിയില് ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ല. വെളുപ്പാങ്കാലം മുതൽ ഉഴുതു മറിച്ചിട്ട് ഇനി 2 ചാല് ബാക്കിയാ. ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ. അതിനിടെ പിറന്നാളിന്റെ കാര്യം ഓർത്തില്ല. ഓർക്കൂലെന്നറിയാം. അത്താഴം ഉണ്ണാനും വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദാ 2 ആൾക്കും ഉണ്ട്. അമ്മ നിക്കേ. ഉണ്ണി നമ്പൂരി ഒരു കാര്യം ചെയ്യും. ഇനി 2 ചാലല്ലേ ഉള്ളൂ, ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് വണ്ടി ഷെഡിൽ ഇട്ടിട്ട് വെക്കോ. അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട. ഇത് 2 ആൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക്. ശരി. അപ്പോളേ എഴുതി പിടിച്ചാലും നിർത്തുക. നീ എവിടെയെങ്കിലും പിടിച്ച് നിർത്ത്. ഞാൻ എവിടെങ്കിലും കൊണ്ടെങ്കിൽ ഇടിച്ചു നിർത്തും. കാണുന്നവരോടൊക്കെ തല്ലുകൂടി നടക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? അമ്മ തന്നെയല്ലേ പറയാറ്, തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അഭയം തന്നത് ആ വലിയ നമ്പൂരിയാ, ഈ ജന്മം കൊണ്ട് തീരുന്ന കടപ്പാടല്ല എന്നൊക്കെ. ആ ഇല്ലത്തെ ഉണ്ണിയോട് അവന്മാരി ചെറ്റത്തരം കാണിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില്. പിന്നെന്തിനാ ഈ പാവത്തങ്ങളെ പിടിച്ചു പറിക്കാൻ നോക്കുന്നത്? നല്ലതിനായാലും ചീത്തയ്ക്കായാലും വഴക്കെന്നും സ്വന്തക്കാരോടല്ലേ. അതാ എന്റെ വിഷമം. സ്വന്തം എന്ന് അമ്മയ്ക്കും എനിക്കും തോന്നിയാ മതിയോ? എല്ലാം സ്ഥാപിക്കാനല്ലേ അവരുടെ ശ്രമം.
പിഴച്ചു പറ്റവൻ, തന്തയ്ക്ക് പറക്കാത്തവൻ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇതിനൊക്കെ കൈ കൊണ്ടേ മറുപടി പറയാൻ പറ്റൂ, തെമ്മാടിത്തരം കൊണ്ടും. അതാ ഞാനിങ്ങനെ ആയത്. ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ. അതെങ്ങനാ? അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, കാത്തിരിക്കല്ലേ ഇപ്പോഴും. അയാള് വരില്ലമ്മേ. വന്നാ കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എലി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും. വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല. എനിക്കും ആരോടെങ്കിലും പറയണ്ടേ? അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. പിന്നെ അപ്പൊ ഞാനിവിടെ ഇറങ്ങാം. എന്തിനാ? വണ്ടിയുടെ കാശ് ബാങ്കിൽ അടയ്ക്കണ്ടേ? നാളെ അടച്ചാലും പോരെ? പോരാന്നേ. എന്താ പോരാന്ന് പറഞ്ഞ പോരാന്നർത്ഥം, അല്ല എന്താ? നാളെ അടച്ചാ മതിയടോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്നേ. കയറുന്നോ? ഞാൻ കോളേജിന്റെ അവിടെ കൊണ്ട് ഇറക്കാം. ഇറക്കാനും കയറ്റാനും ഞാനിത് ചരക്കാണോ? ചരക്കാണോ എന്ന് ചോദിച്ചാ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. വേണ്ട, കരയാം. വീട്ടിൽ എന്റെ അമ്മ അതാണല്ലോ പതിവ്. ഇന്നലെ പൂജിച്ചു വാങ്ങിയതാ. എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണ്ടേ കാണാനും തരാനും? ഇനി എന്തൊക്കെയാണാവോ ഇതിന്റെ നിഷ്ഠകള്? വേറൊന്നുമില്ല, വഴക്കുണ്ടാക്കരുത്, അത് തന്നെ. ഓഹോ, അപ്പൊ കള്ളു കുടിക്കാം, മത്സ്യമാംസം കഴിക്കാം, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യാം, വഴക്കുണ്ടാക്കരുതെന്ന് മാത്രം. അഥവാ ഉണ്ടാക്കിയാലും പൊടി കെട്ടിയ നിന്റെ തറവാട്ടുകാരോട് മാത്രം പാടില്ല, അല്ലേ? ആ തറവാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പുമാമി ഞാനും ഓരോന്നൊക്കെ ശ്രമിക്കുന്ന. അതെന്താ മനസ്സിലാക്കാത്തെ? ആദ്യം അവിടെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറഞ്ഞ നിന്റെ അപ്പു അമ്മയോട് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞോളാം. വൈകിട്ട് കാണണം, അപ്പൊ പറഞ്ഞോളാം ബാക്കി. ആ പിന്നെ അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് കാണാം, അപ്പൊ പറയാം. ആരാ ചേച്ചി അപ്പുറത്ത്? നിന്റെ പുന്നാര അളിയൻ, കൂടെ വഷലനുണ്ട് ചന്ദ്രൻ. എന്തിനാ ഇവറ്റകളൊക്കെ പഠിക്കാത്ത പറ്റിയ? കയറ്റിയല്ലോ, വിളിച്ചോണ്ട് വരികയല്ലേ. എന്താ ഉദ്ദേശം? എനിക്കറിയില്ല, കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. നീയായിട്ട് നമുക്കാരും ഇല്ലാത്തോരാ. ഈ വശീകരണത്തിന് വേണ്ടി നാരികളെ പ്രാപിക്കുമ്പോ ഇയാളായിരുന്നോ? താനെ പോന്നു? ഒരു കാര്യം, എന്താടോ? ആരോട് ചോദിച്ചിട്ടാ അതിനകത്ത് കയറ്റേ? അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല, മൊത്തമാ. ഇനിയെങ്കിലും താൻ അതൊന്ന് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടിയല്ല. വേണ്ട, അത് കുറച്ച് മതി ഞങ്ങൾക്ക്. ഏതായാലും വിളിച്ചോണ്ട് വന്നു, കയ്യിലുള്ളതങ്ങ് തീർന്നോട്ടെ. വേണ്ടാന്ന്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം ഇയാളെ കൊണ്ട്, ഇല്ലെങ്കിൽ വിളിച്ചു പോയി ആളെ കൂട്ടും. ഒച്ചയുണ്ടാക്കാതെ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ, ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. പൊയ്ക്കോളൂ ഉണ്ണി. അതെ, വേറൊന്നും അല്ല. ആ ചെറുക്കൻ വന്നു കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ?
അവന്റെ മുമ്പിൽ കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം, അത്രേ ഉള്ളൂ. സാരമില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനി ഒരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും. അവിടെ ആകുമ്പോ നല്ല തണുത്ത സോഡയും കിട്ടും. ആ വരിക, പോവാം. ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും, അതേ ഉള്ളൂ. ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? സ്ത്രീധനം കൊടുക്കാനില്ലാണ്ട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സംബന്ധക്കാരനെ. ഇങ്ങനെയൊക്കെ വന്ന് പെടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത്. മക്കൾക്ക് നന്മ ഉണ്ടാവണമെന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടാന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല അയാൾക്ക്. കാണിച്ചു കൊടുക്കാം. ഉണ്ണി, ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട. അറിഞ്ഞാൽ അത് മതി. അല്ലാണ്ട് എന്നെ ഒരുപാടായി നമുക്ക് വേണ്ടി. ആർക്കാ ചെല്ലപ്പ ഇക്കൊല്ലത്തെ കോൺട്രാക്ട്? എന്താ ഇത്ര സംശയം? എല്ലാ കൊല്ലത്തെ പോലെ പുത്തൻപുരക്കിലെ ചന്ദ്രൻ കുഞ്ഞിന്. ഓഹോ, എന്നാ ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? താൻ 2 ചായ. എന്നാ കേട്ടോ, ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൻ കോൺട്രാക്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ നിന്നോ? ഈ നാട്ടിലോ? സംശയം ഉണ്ടെങ്കിൽ ദേ പപ്പൻ ചേട്ടനോട് ചോദിച്ചാട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് TBയിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഇങ്ങ് എത്തും. ആളിനി മണൽ കോൺട്രാക്ട് ആണോ അബ്കാരിയാണോ? വാച്ചർക്ക് എല്ലാം ഒരുപോലെയാ. 15 ലോറിയാ തമിഴ്നാട്ടിൽ നിന്ന് വരണേ. ലോറിക്ക് 2 വെച്ച് 30 പേര്. രാമൻകുട്ടിക്ക് കോള് തന്നെ. 2-3 പണിക്കാരെ കൂടെ നിർത്തിക്കോ. അപ്പുറത്തൊരു ചാർത്ത എറിക്കാലോ എന്ന് ആലോചിക്ക. താമസത്തിന്റെ വകയിലും വല്ലത് തടയൂലോ. തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയാണ് പ്രധാനം. എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാ വലുത്. ഒറ്റ വണ്ടി ഇറക്കില്ല, കൊടി പൊക്കും ഞാൻ. ഇതിന്റെ സത്യം ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഞാൻ ഈ കേട്ടത് സത്യമാണോ? സത്യമാണ്. ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു എന്ന് കടലാസ് വന്നു. ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ. എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാര്. ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്വേഷിക്കാണ്ടിരിക്കുവോ? മോളിൽ നിന്ന് കയറി വെട്ടിയിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? ചെയ്യാൻ പലതും ഉണ്ട്. അത് ഞാനിനി പറഞ്ഞു തരണോ? ചെല്ലപ്പനില്ലേ കൂടെ? വന്നാൽ അയാളെ ഇവിടെ നിർത്തി പൊറപ്പിക്കരുത്. അതിലാ കാണണ്ട് ചെല്ലപ്പന്റെ മിടുക്ക്. വന്ന വഴിക്ക് കെട്ടുകെട്ടണം. അതിനുള്ള വഴിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒളിക്കണ്ട ഒളിക്കണ്ട, ഞാനാണ്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷമിട്ട് നടന്നാൽ ഒരു 35-40. അതിൽ കൂടുതൽ പറയില്ല അപ്പുമ്മയ്ക്ക് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇനിയും വൈകിപ്പോയിട്ടില്ലാന്നർത്ഥം. എടി കൊച്ചേ, ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ. അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തടി, അതാ സുഖം. വയ്യാണ്ട് എവിടെയെങ്കിലും കിടക്കുമ്പോഴറിയാം. എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല. നീ എവിടെ പോ? ഞാൻ ഓ അങ്ങനെ. പക്ഷെ അതിനും തറവാട്ടിലെ കാരണവരുടെ സമ്മതം വേണം. സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും. അതാ ഇവിടുത്തെ പതിവ്. വയ്ക്കോ. വേണ്ട. നന്ദിനി, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അവനെ കളിയാക്കുകയാണോ? അപ്പുമാമയ്ക്ക് അങ്ങനെയാണ് തോന്നിയേ. തോന്നിയാൽ തന്നെ എന്താ തെറ്റ്? അവനോടും അവന്റെ അമ്മയോടും നിറവുകേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര്? നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാ ചോദിക്കണേ. ആർ യു സീരിയസ്? ഗോവിന്ദോട്ടേട്ടൻ ഇങ്ങനെയായി പോണതില് എനിക്ക് വിഷമമുണ്ട്. വിഷമം എനിക്കുണ്ട്. അതല്ല ചോദിക്കണേ. അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നാണ്. അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പുമ്മ. ആലോചിക്കണം. ആലോചിക്കാൻ സമയമായി. എതിർക്കാനേ ഉണ്ടാവൂ എല്ലാരും. ആരുമില്ലെങ്കിലും അപ്പുമ്മ ഉണ്ടാവും. ഈ ചാവടിയും പറമ്പും എന്റെ പേരില്ല, അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ ഒരു വീതം. ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാധാരമൊന്നും ആവില്ല. ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്.
ഇന്ന് ഒരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. ചാപ്പിടുമോ എന്തോ? സാപ്പിടുവേ. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി കാരിയല്ല എന്നാ ഇருக்கு சாப்பாடு. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി தண்ணி சாப்பாட்டுக்கு அப்புறம். അയ്യോ, ഇവിടൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ ചാപ്പാട്. ஓ அந்த தண்ணியா? அதெல்லாம் தேவையில்லை, தேவையில்லை சொல்றேன். ச்சோ, നീ പോടാ, പോയി പണിയാ. അത് വണ്ടിത്താഴത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ലൈസ് இருக்குல்ல, கொண்டு வந்து விடு. അല്ല സാർ, போயா. ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ? എന്താ പോയി 2-3 വലിയ കഷ്ടം എടുത്തോണ്ടേ. அடே ரத்தம் வருதுப்பா. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് തന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? தம்பி, என்ன விஷயம்? വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡർ വെച്ച് അവന്റെ തലയ്ക്കൊരടി വെച്ചു കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ? നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മി തല്ലും. எண்ணிட்டியா? எத்தனை ஆளு, எவ்வளவு வண்டி? 35 லாரிங்க ஐயா, 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து கழுற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡ് ഒന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. என்னடா அது வம்பு? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன் எல்லாம் கண்டிட்டு இல்லையே. வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்திட்டு. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ஓ அப்படியா? அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், யூனியன் சட்ட பிரகாரம் நீ செய். ഏത് വേണമെന്നാലും സെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് ഷൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക மேப்ல எத்தனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மரட்டெல்லாம் என்கிட்ட வச்சுக்காத. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ஒருபாடு ஜோலி உண்டு. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ
അല്ല പടാ. ചെറുപ്പത്തിലെ ഞാൻ നമ്പൂതിരി കെട്ടിയ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശോണ്ടേ മാസാമാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ, തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നാ മതി. ഗോവിന്ദട്ടേട്ടൻ തഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു ഒരു മൂടില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാൽ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും. ചെല്ലേ. ഓ, ഞാൻ പറയാം, ഞാൻ നല്ല മൂടില്ലല്ലോ. ആ ചെല്ലേ ചെല്ലേ. ഓ, തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചെല്ലിപ്പോ. ആ നമസ്കാരം. என்னப்பா മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் ஐஸ் வேணுமா? വേണ്ട. நாளைக்கு வேலைக்கு வந்து മുതലാളി നേരത്തെ അറിയോ? നിനക്ക് മാത്രമേ ഈ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതിയച്ചിക്കും കമലത്തിനും വിശേഷമൊന്നുമില്ലല്ലോ. ഒരു വിശേഷവും പരമസുഖം. പിന്നെ ഈയിടെയായിട്ടൊരു അസുഖമുണ്ട്, കിടന്നാ ഉറക്കം വരായ്യ. വേറൊന്നുമല്ല, അവർക്കിപ്പോ എന്നെ എങ്ങനെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവർ എന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ. ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എന്റെ ആശ. മോഹം ഉണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാൻ നിന്നെ ഒരുത്തരും തടയാൻ പറ്റില്ല. പറഞ്ഞോ? പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? ആ, നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ, പിന്നെങ്ങനാ ശരിയാവുക? ആ, ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയാ വരാറ്? പണി കൂടുതലുണ്ടാകും ചിലപ്പോ. ഇല്ലെങ്കിലും എവിടെങ്കിലും ഒക്കെ കറക്കി നടക്കാനേ അവന് തോന്നും. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിയെന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പേട്ടനും അതെന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ആ പ്രതീക്ഷ ഇനി വേണ്ട. അയാള് വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോവില്ല.
ഏയ് അവൻ കിടക്ക പോടാ. വണ്ടി എങ്ങാനും മുന്നോട്ട് എടുത്താൽ ഇവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ഒരു മരത്തിൽ ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൽ അവിടെ ഇട്ട് കുത്തി കയറും. അവനിവിടെ ആളാകണ്ട. അടിയടാ അവനെ. இந்த ஊருக்காரங்க தைரியம் இருக்கு. கோடல ஊரி மாலை போட்டு ராஸ்கல். சொல்றா. செய்டா பாக்க. செய்யி. செய்யடா. யார செய்டா? மாலை செய்யடி. ரெடி. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം പറ. നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന എങ്ങനെയാടാ? ചുണയുടെ തരാം. പറയാൻ വന്നാണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ? വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. കാല് ചിരിക്കണ്ട. എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോഴല്ലേ ഞാൻ അതിൽ ഇടപെട്ട്. ഗോവിന്ദേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പോൾ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് എന്നെ ഇടപെട്ടത്. നോക്കെന്തിനീ, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. ആ തോർത്തു നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുഅമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ പോകും. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായി ഗുളിക വാങ്ങിച്ചു തന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേലുനമ്പരം മാറണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലുനമ്പരം മാറ്റി വണ്ടി അവസാനം ഭയങ്കര ഉണ്ടു. അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും. 2 എണ്ണം. മുതലാളി, ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചാലുള്ള ഷേപ്പ് മാറ്റിയാണ്. കറക്റ്റ്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോവാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. ஏய் மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும். பச்சை கேட்டா ஒண்ணு விடாம மனசுலாகும். அறியோ? ഇപ്പൊ അറിഞ്ഞു. ஏய் இவட நோக்கு, நான் நாடோடி மாதிரியான இவ்வூர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போவேன். பச்சை நீங்களும் அங்கேயே ஜீவிக்கிறவங்க. எனக்காக உங்க ஆட்களை எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടികൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല. അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன். പക്ഷെ അതേ കവസത്തെ എനക്ക് മാറ്റി എന്നെ ജാഗ്രതയാ ഇരിക്കണമെന്ന് പറയുന്നു. സവാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. തഞ്ചത്തെ മണിയടിച്ച് നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം. ബാങ്കുകാരുടെ മൊത്തം വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയ ബാങ്കിൽ അടയ്ക്കാമെന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട. പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സിൽ നീ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ.
സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல, ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകില് പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തിലെ അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പിട്ടിറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റി കിടക്കുമ്പോ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാ നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. ഗോവിന്ദോട്ടി എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്. അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇനി പുതിയ ഉപ്പായം എടുത്തിട്ട്? വേണമെന്ന് തോന്നിയാ പോവും. അതന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ. അപ്പുക്കുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം. പുത്തമ്പരക്കലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല. ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി. ഇവിടെ കൂട്ടിക്കുഴയ്ക്കണ്ട.
പോ. ഒരു പാണ്ഡ്യ എന്റെ തന്ത എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് നേരിട്ട് വന്ന് വിളിയടാ. വിളിയടാ. വേണ്ട ഏട്ടാ, പോവാൻ പാ. ഞാനാ ഇവന്റെ അച്ഛൻ. എന്തിനാടോ കണ്ട പാണ്ടിയുടെ വിഴുപ്പ് ചുമക്കുന്നത്? ഓ പാണ്ഡി, யாரது? ஏய் கோவிந்த குட்டியா, இந்த ராத்திரில தனியா இங்க என்ன பண்ணிட்டு இருக்க? என்னது கையில கத்தி? யார கொலை பண்ண போற? ഇനി ഇതിന്റെ പേരില് അവരോട് പകരം വീട്ടാനൊന്നും നിൽക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. രണ്ടു കൂട്ടരുടെ നടക്കുന്ന നന്ദിനി ചേച്ചി തിങ്ങുന്നേ, അത് ഓർത്താ പോരെ. ഉണ്ണി, നീ ആദ്യ കത്തി വാങ്ങി പുഴയിലെറി. കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നാന്ന് ആർക്കറിയാം? ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ, എന്റെ തന്തയ്ക്ക്. ഉണ്ണി, ചേച്ചി വെറുതെ ഇരിക്കെ. കലി കൊണ്ട നായര് രണ്ടു കാലം നടന്നാ തണുക്കും. എനിക്കറിഞ്ഞൂടെ? ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ല എങ്ങനെയാ? ഇപ്പൊ തന്നെ 1 മണിക്കൂർ ലേറ്റായി. എനിക്ക് പോണം. നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല, ഇല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാൻ എത്ര നേരം മുഖം വെറുപ്പിച്ചിരുന്ന്? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയുന്നതാ നന്ദിനി. പിന്നെ ഞാൻ ആലോചിക്കണ്ട. വെറുതെ ഒരു ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും അറിയ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. നിവർത്തിയില്ലെങ്കിൽ വന്നെന്ന് വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരും. വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും. അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ട് വേണ്ടേ? വരും വരും, എന്റെ അമ്മയുടെ തപസ് പാഴാവില്ല. അതുകൊണ്ടാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഗോവിന്ദകുട്ടേട്ടനെ തൊടണേ. എന്തിനാ മനസ്സിലെപ്പോഴും ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ കൊണ്ടു നടക്കണേ? എനിക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റണില്ല നന്ദിനി. പറ്റും. മനസ്സ് പോലെ തന്നെയാ ഗോവിന്ദകുട്ടേട്ടന്റെ കൈയും. ഒരു ബലവും ഇല്ല. ഇല്ല, ഉം.
യില് 2 തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ 2 തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം, തൊടുന്നൊക്കെ അബദ്ധവും. പിള്ളാരല്ലേ, പരിചയക്കുറവുണ്ടാവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ്വ പണി ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പിൽ നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴിന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ അടക്കം അയാളാര്? ഇവന്റെ തന്തയോ? ചിലപ്പോ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്തരം എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്. പഴയ കാലമൊന്നുമല്ല. സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയമുറി ഒഴിപ്പിച്ചെടുത്തത്. അത് ദായി നമ്പൂതിരിയെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരുത്തനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചട്ടം വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ. സംഹാരപൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട. താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി, എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല. ഞാൻ കൂടെ ചെല്ലാം. പോണോ? ചപ്പൻ. താൻ എന്ത് കണക്കായി കൂട്ടുന്നേ? 8 3 11 11 4 15 15. ഇന്ന് വാവാ, ചാകാൻ നല്ല ദിവസം. ഒറ്റ പോക്ക. പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. ஏய், என்ன உனக்கு வண்டி ஓட்ட தெரியாதா? അറിയാം. അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. வித்தை இல்லாத மனுஷன் செத்த பணத்துக்கு சமம். இந்த வயசுல தான்டா ஓடி ஆடி வேலை கத்துக்கணும். அவன் கூடயே குரங்கு குட்டி மாதிரி ஒட்டிக்கிட்டு இருக்க. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്, ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം. വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. வெரி குட், வெரி குட். ஆமா, தினம் வேலை முடிஞ்ச உடனே நீ எവിടെ போகணும்? എവിടെ പോവാൻ? വീട്ടിൽ പോ. படக்கை தக்கை சுத்த வேண்டியது, பம்பு சண்டைக்கு போக வேண்டியது. கேட்டா வீட்டுக்கு போறேன்னு சொல்றேன். ஏய், எனக்கா தெரியாது? അയ്യോ, ഞാനാ? ഞാൻ പാവം. ஏய், உங்க ஐயா தண்ணி குடிப்பாரா? பொன்னதாப்பா, குடிப்பியா? ഞാൻ തണ്ണി குடிப்பியா? കുടിക്കും. அதான் கேட்டேன். അതാ ഞാൻ പറഞ്ഞ കുടിക്കുന്നു. எனக்கு ஞானக்கண்ணு இருக்கு. நான் இவட உட்கார்ந்துகிட்டே எவட என்ன நடக்குதுன்னு அறியும். காலையில தானே எல்லாரும் அட்டெண்டன்ஸ் கொடுப்பாங்க. நீ சாயந்தரமாவும் அட்டெண்டன்ஸ் கொடுக்கணும். வேலை முடிஞ்ச உடனே வா, நானும் உன் கூட வர்றேன். என்ன கூட்டிட்டு போ. அங்க வந்து தண்ணி எல்லாம் சாப்பிடும். தண்ணி நானா? அது இல்லப்பா, என்ன கொண்டு போய் டிவியில விட்டுரு. டிவியில? ഈ വണ്ടിയില? தாங்காத. ഭയങ്കര കുലുങ്ങും കുലുങ്ങും കിടന്ന്. நான் வந்தா குலுங்கும், பொம்பளை வந்தா குலுங்காதோ? ഞാൻ പറ്റേ മുതലാളി. இனிமே என்ன முதலாளின்னு கூப்பிடக்கூடாது. ശരി സാർ. സാറൊന്ന് വിളിക്ക കൂടാது. പിന്നെ എങ്ങനെ വിളിക്കണം? കറക്റ്റാ പെരിയാരെ. சரிடா சின்னவரே. ஏய் ஏய் சின்ன, சாயந்தரம் என்ன கூட்டிட்டு போக மறந்துடாதே. ശരി പെരിയാരെ. ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്. തല കുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല, പിന്നല്ലേ? താൻ കൂടെ പോ. അല്ല, ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ? ചെല്ലടോ. ശരി.
എന്താ ഉണ്ണി? ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഏതോ വണ്ടി വരും, ഓടിക്കോ. ഗോവിന്ദുട്ടി, ഗോവിന്ദുട്ടി, ഉണർത്തണ്ട, മരുന്ന് കൊടുത്ത് കെടുത്തിരിക്കുക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ. ചോര ഒരുപാട് പോയി. ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. உன்னை எல்லாத்தையும் முடிச்சுட்டு தான் நான் வந்திருக்கேன். ഇനി അവനെ കാണാൻ പറ്റില്ല. നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അമ്മമ്മയ്ക്ക് മോനെന്താ കൊണ്ടുവന്നേ? അമ്മയുടെ ബാഗിലുണ്ട്. ഓ, റാങ്ക് എത്ര കിട്ടി മോനെ ഇത്തവണ? അമ്മയും അമ്മായി ഒന്നിങ്ങോട്ട് വരുവോ? നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോവിന്ദൻകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ. നീ കരുതുന്ന പോലെയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നും. പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ. ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ലേ ആളുകള്? ഞാനൊക്കെ അറിയുന്നുണ്ട്. അപ്പൂരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടൻ ആ വശമേ നിൽക്കൂ. പോട്ടെ, നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ, അപ്പൊ എഴുന്നള്ളിക്കും ചന്ദ്രന്റെ അടുത്ത്. പിന്നെ അവൻ വെട്ടാനും കുത്താനും നിൽക്കും. എന്താ വേണ്ടെന്ന് ഒരു രൂപം ഇല്ലാണ്ട് നിൽക്കണേ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധേ തോന്നുന്നു ഈ പ്രായത്തില്. നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറ. പറയും, പറയാനാ വന്നത്. തന്നെയല്ല, ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട്. അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മതി പഠിച്ചതൊക്കെ.
നാളെ കുറെയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു. ഇന്ന് തന്നെ ഞാൻ വിടില്ല. ഈശോ എന്നോർത്ത് പോകൂ. ബലം പ്രയോഗിച്ച് മതിയാകുന്നുണ്ടെങ്കിൽ പുത്തമ്പുരക്കിലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അരുത്, നാണം കെടുത്തത് ഗോവിന്ദൻകുട്ടി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു തറവാട്ടിലേ അല്ലേ? ആണല്ലോ. അണ മുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിയത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇല്ലെങ്കിൽ നിന്റെ ശവം ഞാൻ എടുത്ത. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതിൽ തുറക്ക്. ഞാൻ ഇവിടെ നിന്റെ കാല് പിടിക്കാം. കാല് പിടിക്കണ്ട എന്റെ ഒന്നുമല്ല. ഇത് അവിടെ ചെന്ന് പിടിക്കുക. ചെന്ന് മാപ്പോരാ പറ. ചെല്ല. ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയെ. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല. എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല. വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട്. മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും. നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പക്ഷെ രണ്ടില് കേടുണ്ട്, അതിന് പരിഹാരമുണ്ട്. എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ. അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ. ഓഹോ, അപ്പൊ കാരണവരറിയാണ്ട് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ അറിയിച്ചോണോ എന്നുള്ള നിയമമൊക്കെ മാറി. അറിഞ്ഞില്ലേ? ഞാനറിയണ്ട, പക്ഷെ പെണ്ണറിയണ്ടേ? അവളുടെ സമ്മതം കൂടെ വേണമല്ലോ ഉറപ്പിച്ചത് നടക്കാൻ. വേണ്ട, ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിൽക്കണ്ട, കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാ മതി. സ്വന്തം മക്കള് നല്ല നിലയിൽ പോണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ അതിന് മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ. അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ. ഉണ്ടല്ലോ മാനസപുത്രൻ. ഉള്ളിലിരിപ്പൊക്കെ അറിയാം. ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലവും നടക്കില്ല. സ്വന്തം ജീവിതം നശിപ്പിച്ചോ, ബാക്കിയുള്ളവരെയെങ്കിലും വെറുതെ വിട്. നീ പോവാൻ നോക്കടി, വണ്ടി തെറ്റണ്ട. വരട്ടെ അമ്മേ. വാ മോനെ. തലകുനിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ട്. പ്രായപൂർത്തിയായ പെണ്ണല്ലേ നീ? നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ? എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോ പേടിച്ചു ഇല്ലേ? ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും. അവൻ വന്ന് വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചോ. നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല. എന്റെ വണ്ടി ജപ്തി ചെയ്തു. പിന്നെ ഒരു ആസ്പത്രിയിൽ ചെലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്ന വിചാരിച്ചത്. അതിന് നിവൃത്തിയില്ലാണ്ടായി.
എനിക്കിത്തിരി സാവകാശം തരണം. കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. தந்தா தீந்து போயிடுமா? நீ என்ன முதலாளின்னும் நான் உன்னை கோவிந்த குட்டின்னு விളിക്കാമേ. நீ என்ன பெரியவர், நான் உன்னை சின்னான்னு விളിக்கிறது எதுக்காக? கொடுத்து தீக்கிறதுக்காக. പൈത്യക്കാര. എടോ രാമൻകുട്ടി, ഒന്ന് എഴുന്നേറ്റേ. ചായ ഇനി 4 മണിക്കുള്ളത് തിരുമേനി. അതിനൊന്നും അല്ലടോ, താൻ ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ, തൊട്ട് നാക്കാൻ വല്ലതും. ഇത് ഇവിടെ നിന്ന് കഴിക്കാനോ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. 4 മണിക്കുമ്പോ ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം. ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മാതിരി. ജീവിതമായ ഒരു രസമൊക്കെ വേണ്ടടോ. താനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം തീർത്തേക്കാം. തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക. താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കണ്ടേ? തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാന്ന്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വെട്ടിത്തം? കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ചെറുക്കൻ ലിസ്റ്റിലില്ലായിരുന്നു. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ, ഇതൊന്ന് തോത്തു വരാൻ. ആ വേഗം വരണം. ആന്റണി. അതെ, എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻകുട്ടി, പാവം ഗോവിന്ദൻകുട്ടി. നീ എന്റെ ഉണ്ണി. പുത്തമ്പരക്കലെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ, കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻകുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയേ. നടക്കടാ. കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയവർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും. വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ, അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ. അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മാറുക. കുറച്ചാൾ എൻ്റെ അവിടെ വന്ന് നിൽക്കാം. ഇന്ന് കാലത്തൂടെ അമ്മ പറഞ്ഞു.
ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള ഈ മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാര് വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കും. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്. കണ്ടോ ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ നോക്കൂ എന്താ എന്താണെന്നോ ലേഡി. ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ കിടപ്പൂറിയിൽ നട്ടാപ്പാതിലേക്ക് കിടന്നൊരു നിനക്ക് എന്താ കാര്യം? അടിയും പിടിയൊന്നും വേണ്ട. ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? ജാരസംസർഗം, അതിന് വകുപ്പുണ്ട്. ഇറങ്ങണം. ഞാൻ മാത്രം വന്നാ പോരെ? പോരാ, അവര് വരണം. അവർക്ക് തീരെ സുഖമില്ല. ഓ, അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ടി കഴിവറ ഇവനോട് മര്യാദ ചോദിക്കാൻ പറ. നിങ്ങൾ എനിക്ക് നോക്കില്ല. ഒന്നും മിണ്ടാതെ പോടോ. രാത്രിയാണ്, നല്ല മഴക്കോളുണ്ട്. നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക്. മുതലാളി, ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. ആ നാളെ നമ്പൂരി ചെയ്ത ചതിയാ. ഇല്ലത്തിനാ പിടിച്ചോണ്ട് പോയ. ആ ലക്ഷ്മി ഉണ്ട് കൂടെ. ഇത്തരം നാണം കെട്ട കാര്യങ്ങളൊക്കെ കോടതി വരെ എത്തിയ അവരത് അവിടെ ഇട്ട് ചെകയും. എറിഞ്ഞോനും ഏറ് കൊള്ളുന്നവനും ഒരുപോലെ മാറും. നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇവരൊരു സ്ത്രീയല്ലേ? വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ? നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താണോ? അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സാറേ ഇത്? സാറ് ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ സാറിന്റെ ഭാര്യയോട് ഞാൻ തനിക്കിപ്പോ എന്താ വേണ്ടത്? അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ച് ദിവസം അകത്തിടണം. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയായിട്ടും മറ്റൊരുത്തന്റെ വെപ്പാട്ടായിട്ടും കഴിയുന്നത് ശരിയാണോ? അത് സാറുകളോട് ചോദിക്കണം. ഇയാളെ പോലെ വൃത്തിയായിട്ട് ഒരുത്തന്റെ ഭാര്യ ഇരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദൻകുട്ടിയുടെ വെപ്പാട്ടിയിരിക്കുന്നത്. എന്തിന് നാട്ടുകാരുടെ മുൻപിൽ തെരുവേശയായി പൂത്തിരിക്കുന്ന പോലും. മനസ്സറിഞ്ഞ് ഞാൻ ശപിച്ചാൽ പുറത്തു പോകുന്നുകൾ പുറത്തു പോകും. இன்ஸ்பெக்டர் சார், காலையில் வரைக்கும் பொறுத்துக்க கூடாதா? இவங்க என்ன கொலையா பண்ணிட்டாங்க? இந்த நடுராத்திரியில இவங்க கிட்ட இவ்வளவு கடுமையா நடந்துக்கிடுமா? അല്ല, അത് അങ്ങനെയല്ല സാർ. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സെർച്ച് ചെയ്തപ്പോ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല, സെക്ഷനും ഇല്ല. இருக்கட்டும், அதிகாரமெல்லாம் இருக்கட்டும், தப்பு இல்ல. ஒரு உதவி செய்றீங்களா? போன் பண்ணி உங்க எஸ்பியை கூப்பிடுங்க. அவர்கிட்ட சொல்லுங்க, அவருடைய ஃப்ரெண்ட் சேலம் எஸ்பி இருக்காருல்ல, அவங்க அப்பா பேசணும்னு சொல்லுங்க. ഇതിലിപ്പോ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ പ്രശ്നമൊന്നുമില്ല സാർ. റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് സാർ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ஓகே சின்ன 5 மினிட்ஸ்ல வந்துடுறேன். அடே என்ன சார் நிக்கிறீங்க? இன்ஸ்பெக்டர், அவருக்கு ஒரு சேர் கொடுங்க சார், ரொம்ப பெரிய மனுஷன்.
ഒന്ന് സന്തോഷായിട്ടിരിക്കെ. ഏയ് നീ എവിടായിരുന്നു മോനെ ഇതുവരെ? ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആഹാ, പുറത്തിരുന്നും തുടങ്ങിയോ? അവര് ഊണ് കഴിക്കാം. ഇനിയിപ്പോ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങിയാൽ നീ ഒന്ന് അകത്ത് കയറിയിരിക്കേ. പറഞ്ഞ കൂട്ടാക്കില്ലാന്ന് തന്നെ അല്ലേ? നന്ദിനി എവിടെ? കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്ത് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. നീ ആയിട്ട് ഇനി അവളുടെ മനസ്സ് തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല. വേണ്ട, നടക്കണ്ട. അവള് സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് 100 വട്ടം പറഞ്ഞാലേ സമ്മതിച്ചു നടത്തുള്ളൂ. ചേച്ചി, നിങ്ങൾ അവളുടെ വല്യമ്മയായിരിക്കും. നിങ്ങളെക്കാളും അവളുടെ അച്ഛനേക്കാളും കൂടുതൽ അവളുടെ ഇഷ്ടം എനിക്കറിയാം. ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. പാപമാണിത്, മഹാപാപം. എടാ അപ്പു, നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ. കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിനക്കത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റവൾക്കോ അവളുടെ മോനും എഴുതി കൊടുത്തോ. എന്നിട്ട് അവിടെ പോയി പൊറുത്തോ. ഞങ്ങളുടെ ആരുടെയും വീട്ടുകാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവൾ അവന്റെ വെപ്പാട്ടിയാണെന്ന്? അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം അവന് പറയാമായിരുന്നല്ലോ. ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന പോലെ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദിവസം തികച്ച് നീ അവന്റെ കൂടെ വാഴില്ല. ടൈഗർ ആന്റണിയേക്കാൾ കേമന്മാരുണ്ട് ഇവിടെ. അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല. അവന്റെ ശവം വണ്ടിത്താഴത്ത് പൊങ്ങിയിട്ട് പിന്നെ ഇവിടെ അടുപ്പിൽ തീ പുകയും. അവളെ ഒന്ന് കാണാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവള് വല്ല കടുങ്കയും കാണിച്ചു കളയുമെന്ന് എന്റെ പേടി. എവിടേക്കാ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അമ്മേ. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട. ദാ വരുന്നു. അപ്പോട്ടാ, ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ആരെ? ഗോവിന്ദുട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവുകയുള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. കുറെ നരച്ചു. മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടലെന്നും മനസ്സ് തേങ്ങി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോട്ടനറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി.
ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പോട്ടാ വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പോട്ടൻ ചെന്നൊന്ന് കാണാമോ? കണ്ടിട്ട് ഗോന്നൂട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണോന്ന് പറയാമോ? അതിനും ഞാൻ തന്നെ വേണം, ഇല്ലേ ഗൗരി? മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ. അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി. നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ദാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന് ഞാൻ പറയാം. ആരത്? അപ്പുക്കുട്ടൻ നായർ, ഗോവിന്ദൻകുട്ടിയുടെ അമ്മാവൻ. അപ്പടിയാ? കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം. പണ്ട് താൻ ഈ നാട്ടിലൊരു പെണ്ണിനെ പിഴപ്പിച്ചിട്ട് ഒളിച്ചോടി പോയില്ലേ ഗൗരി? തനിക്ക് മുമ്പേ അവളെ സ്നേഹിച്ച ഒരു പാവം മണ്ടൻ. അമ്മാവന്റെ ടെലഗ്രാം കിട്ടി ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് പാലം പണിക്ക് വന്ന ഒരു മറുനാടൻ കോൺട്രാക്ടറുമായിട്ട് എന്റെ ഗൗരി അടുപ്പത്തിലാണെന്ന്. പിന്നീട് അറിഞ്ഞു അവള് ഗർഭിണിയാണ്. ചതിച്ചവൻ നാട് വിട്ടെന്ന്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. ഇല്ലേ ഇല്ലേ, ഭയമാത്ര. പിന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ പ്രസവിച്ച മകൻ തന്തയാരാണെന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാതെ വളർന്നു. എനക്കൊരു മകന് நீ சொல்றதெல்லாம் உண்மையா? கடவுளே, நான் செய்த பாவ சிறுகதையா முடிஞ்சிரும் நினைச்சேன். இப்படி தொடர்கதையாக்கிட்டியே. கஷ்டப்பட்டுக்கிட்டதே குடும்பத்தை கரை சேர்க்கறதுக்காக தெரிஞ்சே தப்பு செய்ய வேண்டியதா போச்சு. நொடிச்சு போற வியாபாரத்துல இருந்து தப்பிக்க தற்கொலைக்கு முயற்சி பண்ண எங்க அப்பா சொன்னதெல்லாம் நான் கேட்க வேண்டியதா போச்சு. எனக்கு பிரியமான எல்லாத்தையும் நான் மறக்க வேண்டியதா போச்சு. கௌரிய கூட குடும்பம் நடுத்தருவில் நிக்காம இருக்கிறதுக்காகவும் பணத்துக்காகவும் என்ன நானே நிக்க வேண்டியதா போச்சு. அப்பா சொன்ன பொண்ணுக்கு எடுத்த தாலி கட்டினேன். எல்லாத்தையும் மறக்க வேண்டிய சூழ்நிலை வந்துச்சு. இருந்தாலும் என் மனசுல ஒரு மூலையில கௌரி தீபமாவே இருந்தான். தூரத்தில இருந்தாவது அவளை பார்க்கணும்னு ஆசைப்பட்டேன். ஆனா குடும்ப சூழ்நிலை அவளை பார்க்கறதுக்கு இடம் கொடுக்கல. இப்ப எல்லாரும் நிம்மதியா இருக்கிறதுக்கு வழி பண்ணிட்டு குடும்ப பாரத்தை எல்லாம் இறக்கி வச்சுட்டு கௌரிய பார்க்கணுங்கிற ஒரே ஆசையினாலதான் மறுபடியும் நான் இந்த ஊருக்குள்ள வந்திருக்கேன். ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് നിങ്ങൾക്ക് വീണ്ടും വരാൻ തോന്നിയത്? നേരിട്ട് കണ്ടാൽ തന്തയുടെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ കത്തിയും നടക്കുകയാണ് അവൻ. ആ മകൻ, അവൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? തോളത്ത് കൈയിട്ടോണ്ട് നടക്കുന്നില്ലേ ഒരുത്തനെ? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി യമകനാ? അവനത് അറിഞ്ഞിട്ടില്ല. അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. എതുക്ക്? അവളെ ഒരു വിധവയാക്കണോ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കണോ? കടവുളേ, നിങ്ങൾക്കറിയില്ല. പകയാ അവന്റെ മനസ്സില്, കനല അവന്റെ കണ്ണില്. തിരിച്ചറിവായ കാലം തൊട്ട് തന്തയില്ലാത്തവൻ, കണ്ടവന്റെ ആട്ടും തുപ്പുമേറ്റ അവൻ വളർന്നത്. ആണായിട്ട് 4 പേരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ള അവസ്ഥ അവൻ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒരാളാ. നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഒരനാഥ
ആനച്ചക്കന് കിട്ടേണ്ട പരിഗണന പോലും അവന് കിട്ടിയില്ല. തന്തയില്ലാത്തവനല്ലേ. ഇപ്പോ അവസാനം അവൻ സ്നേഹിച്ച പെണ്ണ് പോലും അവന് നഷ്ടപ്പെടാൻ പോവുക. നിങ്ങൾ വരുത്തി വെച്ച പാപം ഞാൻ ഒന്ന് സ്വലവേട്ട എന്നാലെ താങ്ങ മുടിയാൽ പോക. ദയവിച്ച് പോക. സാർ, രാത്രി പുഴയിലേക്ക് നോക്കി സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു ഈ മനസ്സിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് ഇത്രയും വലിയ അങ്ങേര് പറഞ്ഞതാണ് ശരി. സാർ ഇവിടുന്ന് പോണം. ആരെയും പേടിപ്പിക്കാനല്ല ഗോവിന്ദൻകുട്ടി കത്തിയും കൊണ്ട് നടക്കുന്നത്. സാറ് പോണം. இல்ல பப்பன், உண்மை தெரியும் போது அதை நேரடியா சந்திக்கிறதுக்கு துணி வேணும். பயந்து ஓடுது குழத்தனம். இன்னொரு முறை அந்த தப்ப நான் செய்யணுமா? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള വിവരം ദൈവം എനിക്ക് തന്നില്ല സാർ. ഒന്നറിയാം, സാറ് ഇനി ഇവിടെ നിൽക്കരുത്. தீர்ப்பை திருத்தி எழுதிடலாம். ஆனா நான் செய்த பாவத்தை திருத்தி எழுத முடியாது. அதுக்கு பரிகாரம் செய்தாதான் நான் நிம்மதியா கண்ண மூட முடியும். நான் சில விஷயத்தை முடிவு பண்ணியிருக்கேன். கோவிந்த குட்டியை என் மகனா பார்த்ததுக்கு அப்புறம் தான் நான் இந்த இடத்தை விட்டு போறேன். ഗോവിന്ദൻകുട്ടി അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവനൊന്നും അറിഞ്ഞു കാണുകയല്ല. ഇവിടുന്നായിട്ട് ഒന്നും പറയാതിരുന്നാ മതി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണവൻ. ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ. വിളിച്ചോണ്ട് വാ. ഓ എന്റെ ദൈവമേ, ഈശ്വരൻ തന്നെ. விஷயத்தை ரொம்ப லேட்டா தான் தெரிஞ்சுக்கிட்டேன். பச்சே தலைக்கு மேல ஒண்ணும் வெள்ளம் போயில்ல. இப்ப கூடி ஒரு தீர்மானம் எடுக்க. சார், சும்மா ஊருக்குள்ள பெரிய வீரன் தைரியசாலின்னு பாவலா காட்டுறதெல்லாம் வெளி வேஷம். வாழ்க்கையில தைரியத்தை காட்டணும், அதான் நிஜம். എന്താ പെരിയവരെ? என்ன பெரியவரே? இஷ்டப்படுற நேரத்துல பொம்பளை டிராக்டர்ல கூட்டிட்டு சினிமா டிராமான்னு சுத்த வேண்டியது, கஷ்டப்படுற நேரத்துல கண்டுக்காம கை கழுவி விட்டுற வேண்டியது, அதானே? இல்ல பெரியவரே, அவளோட வீட்டுக்காரு மறுத்திருப்பாங்க. குத்திர வெட்டுறேன்னு கொடுவாளை தூக்கிருப்பாங்க. அதுக்காக நடிச்சிட்டியா? அப்புறம் ஐயா காதல் மண்ணாங்கட்டி எல்லாம். இந்த பார், நீ என் கூட வா. உனக்காக நான் வந்து பொண்ணு கேட்கிறேன். உன்னை பத்தி ஏதாவது குறை சொன்னாங்கன்னா அதை நிவர்த்தி பண்ண வேண்டி என்னுடைய பொறுப்பு. மேற்கொண்டு ஏதாவது மறுத்து பேசினா எல்லாருக்கும் முன்னாடியும் அந்த பொண்ணை கைய பிடிச்சு வெளியே எடுத்துட்டு வா. முடியுமா உன்னால? அதுக்கப்புறம் என்ன கிழிச்சிருவாங்கள, நான் பாத்துக்கிறேன். அன்னைக்கு இந்த வாசலுக்கு வந்து நான் தைரியமா ஒரு தடவை, ஒரே ஒரு தடவை வான்னு கூப்பிட்டு இருந்தா 1000 தடவை ஓடி வரத்துக்கு கௌரி இருந்தா. அன்னைக்கு முடியல. அதுக்கு பிராயச்சித்தமா இன்னைக்கு அவளுடைய மகனுக்காக, இல்ல இல்ல என்னுடைய மகனுக்காக இதே வாசலுக்கு வந்திருக்கிறேன். எல்லாம் நல்லபடியா முடியணும் முருகா.
நமஸ்காரம். നമസ്കാരം. മനസ്സിലായില്ല. என் பேர் சுப்பிரமணியம், அனந்த சுப்பிரமணியம். இங்க இருக்கிற புழாவுல மணல் வாழ்ற ഓ கான்டாக்ட். മനസ്സിലായി മനസ്സിലായി. വന്നാട്ടെ, ഇരുന്നാട്ടെ. പരമേശ്വരൻ നായരെ, പരമേശ്വരൻ നായരെ, മനസ്സിലായില്ലേ? ആനന്ദ സുബ്രഹ്മണ്യം, മണല് മുതലാളി. ആ, ഈ മണ്ണെന്ന് പറയണതേ ഭൂമിയാ. അമിത വിലയ്ക്ക് ആർത്തി പിടിച്ചത് വാരി വെക്കണോർക്ക് സർവനാശാഫലം. എത്ര പോയി? வியாபாரம்னா போகும் வரும், அதெல்லாம் சர்வசாதாரணம். இப்ப நான் உங்ககிட்ட அதை பத்தி பேசுறதுக்காக வரல. എങ്കിൽ പിന്നെ യാത്ര പറയാൻ വന്നതായിരിക്കും. அதுக்கு முன்னால ஒரு நல்ல காரியம் செய்துட்டு போலாங்கிற ஆசையோட வந்திருக்கேன். அதாவது உங்க குடும்பத்துக்கு கூட தொடர்பு வச்சுக்கலாங்கிற எண்ணத்தோட வந்திருக்கேன். ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കില് കുറച്ച് തല്ലും കേസും ഒക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? அதெல்லாம் மறந்துருங்க. பரம்பரை சொத்தை வச்சுதான் வியாபாரம் பண்றவங்க நீங்கிறது எனக்கு தெரியும். ஆனா அதுக்கு மேல சொந்தம்னு ஒண்ணு இருக்கு, வாழ்க்கைன்னு ஒண்ணு இருக்கு. அதுல நன்மை செய்யறதுக்கு நமக்கு ஒரு சந்தர்ப்பம் கிடைக்கும் போது மிஸ் பண்ணிடக்கூடாது. இப்போ நான் வந்தது கல்யாண விஷயமா பேசுறதுக்கு. കല്യാണാലോചനയോ? ആർക്ക്? உங்க மக நந்தினிக்கு. അതിൽ നന്ദിനിയുടെ കല്യാണം ഉറപ്പിച്ചല്ലോ. முடிவு தானே பண்ணிருக்கீங்க, இன்னும் முடியலையே. நடந்த விஷயம் எல்லாம் எனக்கு தெரியும். நந்தினியோட சம்மதம் இல்லாம தானே இந்த கல்யாணத்துக்கு நீ ஏற்பாடு பண்ணிருக்கீங்க. എന്നാല് പറഞ്ഞു? എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോണെന്ന് പറഞ്ഞാ അപ്പ തുടങ്ങും ഓരോരുത്തർ കുത്തിത്തിരിപ്പ്. നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത്? நாமக்குள்ளே எதுக்கு போட்டு மந்திரம்? படிச்சுன்னு சொல்றேன். நந்தினி ஒருத்தனை விரும்புறான், சின்ன வயசுல இருந்தே பழக்கம். 2 பேரும் ஒரே ஜாதி, இதுல சொந்தக்காரவங்க வேற. கடைசி வரைக்கும் வச்சு கண் கலங்காம காப்பாத்துற தகுதி இருக்கு, நல்ல மனசு இருக்கு. இப்படிப்பட்ட ஒருத்தனை நந்தினிக்கு கல்யாணம் செய்து வைக்கிறதானே நியாயம். ആരുടെ കാര്യമാണാവോ സ്വാമി പറയണത്? മനസ്സിലായി മനസ്സിലായി. വീട്ടിൽ വരുന്നവരെ മാന്യമായിട്ട് സ്വീകരിക്കാനും ചെറ്റത്തരം കാണിക്കുന്നവരെ അടിച്ചിറക്കാനും കഴിവുള്ളവരാ ഞങ്ങള്. ഇതിലേത് വേണം തീരുമാനിച്ചാ മതി. ரொம்ப கோச்சுக்கிறீங்க. தயவு செய்து நான் சொல்றத கொஞ்சம் புரிஞ்சுக்கங்க. எல்லாரும் நிம்மதியா இருக்கணும் தான் நான் விரும்புறேன். ஒருத்தருக்கு ஒருத்தர் அன்பு செலுத்துறவங்களை பிரிச்சிடாதீங்க. അല്ല, എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ അവന്റെ കാര്യത്തിൽ ഇത്ര കഴപ്പ്? നിങ്ങൾ ആരാ അവൻ? கோவிந்தர் குட்டி என் மகன் மாதிரி. മാതിരിയല്ല, ഇനി മകനാണെന്ന് തന്നെ വെച്ചോ. പക്ഷെ അത്തരക്കാർക്ക് പെണ്ണ് ചോദിച്ചോണ്ട് വരേണ്ടത് ഇതുപോലുള്ള തറവാടുകളിലല്ല. ചെല്ല്, ചെന്ന് വല്ല വേശ്യാത്തെരുവിലും അന്വേഷിക്ക്, കിട്ടും ചേർന്ന പെണ്ണുങ്ങളെ. உங்களை விட நான் நல்லா பேசுவேன், ஆனா அது பெருசு இல்ல. கடைசியா ஒண்ணு சொல்றேன், நீ சம்மதிக்காட்டி போனாலும் அவன் வந்து கூப்பிட்டா உங்க பொண்ணு வெளியே வந்துருவான். அதுக்கப்புறம் போலீஸ் கோர்ட்டுன்னு போய் பிரயோஜனம் இல்லை. உங்க சம்மதத்தோட ஊரை கூப்பிட்டு நல்லபடியா கல்யாணம் முடிக்கலாங்கிற எண்ணத்தோட தான் வந்தேன். அத சொல்லிட்டு போறதுக்காக தான் வந்தேன். ஒன்னும் அவசரம் இல்ல, நல்ல யோசனை பண்ணி சொல்லுங்க, நான் நாளைக்கு வரேன். നാളെ വരികയൊന്നും വേണ്ട, ആലോചിക്കാനൊന്നുമില്ല. വിലാസം തന്നിട്ട് പോയാ ക്ഷണക്കത്തടിക്കുമ്പോ ഒന്ന് അങ്ങോട്ട് എത്തിക്കാം, വന്നാ നല്ലൊരു ഊണും തരാക്കാം. உங்க பொண்ணோட கல்யாணம் கோவில்லையா ரிஜிஸ்டர் ஆபீஸ்லயா நான் சொல்லி அனுப்புறேன், நீங்க சாப்பாட்டுக்கு வாங்க. അയ്യോ അറിയിക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചിറങ്ങിക്കൊണ്ട് വെക്കൂ. ചുണയുണ്ടോ? ചുണയുണ്ടോ തനിക്ക്? சோனா என்ன தைரியம் தானே, அதை காட்ட வேண்டியவன் காட்டுவான். சோனா டேச்சினா. வேற வழி இல்ல, நீயே கூப்பிடு. അവന് ചിലപ്പോ വിളിക്കാൻ മടിയുണ്ടാവും. നന്ദിനി, അവളില്ലേ അവിടെ? അവളെ വിളിക്കുന്നു എന്ന് പറ. ഇങ്ങോട്ട് ഇറങ്ങിക്കടി. എടി, ഗോവിന്ദൻകുട്ടി
മുട്ടി വന്ന് നിൽക്കുന്നു. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമാണെന്ന് അങ്ങേര് പറയുന്നത്. വിളിച്ചാ നീ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൂടെ ഇറങ്ങി പോകുമെന്നും പറഞ്ഞു. എന്താ പോന്നുണ്ടോ? ആർക്കെന്നറിയാതെ പിറന്നു വീണ ഒരു പീറ ചെക്കൻ, ചൊൽപ്പടിക്ക് നിർത്താൻ ആരുമില്ലാണ്ട് വളർന്ന ഒരു താന്തോന്നി, എന്നും തമ്മിത്തല്ലും കേസും. ഇതൊക്കെ പോരാഞ്ഞിട്ട് പണ്ട് ചെയ്ത ഉപകാരത്തിന് ആ ഇല്ലത്ത് കയറി നമ്പൂരിയുടെ മോളെ പൊറിപ്പിക്കുന്നു. ഇത്രയും അറിഞ്ഞത്. ഇതിന്റെ പുറത്തിന് എന്തൊക്കെയാണെന്ന് അവനോട് തന്നെ ചോദിക്കണം. ആ ഗോവിന്ദൻകുട്ടിയാ നിന്നെ വിളിച്ചിറക്കാൻ വന്ന് നിൽക്കുന്നത്. എന്താ പോണ്ടോ? പറയടി, നിന്റെ നാവുമ്പോ തന്നെ എല്ലാവരും കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഗോവിന്ദൻകുട്ടിയേട്ടൻ പൊയ്ക്കോളൂ. നാലാളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ തന്ത ആരാണെന്ന് ആദ്യം പറഞ്ഞു തരാൻ പറ തള്ളയോട്. എന്നിട്ട് മതി കല്യാണമൊക്കെ. മോളെ, ആരായാലും സംഭവിച്ചത് പറഞ്ഞേക്ക്. കുരുതിക്ക് നിന്ന് തരാം, കഴുത്ത് നീട്ടിക്കൊടുക്കാം. ആരുടെയും ഭാര്യയുടെ കഴിഞ്ഞോളാം. പക്ഷേ ഇനി എന്തിന്റെ പേരിലായാലും ഗോവിന്ദൻകുട്ടിയേട്ടന്റെ മേത്ത് ഒരു പൂഴിത്തരി വീഴ്ത്തിയെന്നറിഞ്ഞാൽ കെട്ടുതാലിയും പൊട്ടിച്ച് ഞാൻ തിരിച്ചു വരും. കളിയായിട്ട് കത്തിക്കിട്ട മുഴുവൻ. உனக்கு எப்படி சமாதானம் சொல்றதுன்னு எனக்கு தெரியல. എനിക്ക് അവളോട് നന്ദിയേ ഉള്ളൂ പെരിയവരെ. അവൾ ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ എന്നെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിയുമ്പോൾ അവളുടെ കണ്ണീരെന്നെ തളർത്തിക്കളയും. ഇനി കുറച്ചാൾ കൂടിയുള്ള ഈ കാത്തിരിപ്പ് എന്റെ അമ്മയുടെ കാലം കഴിയുന്നവരെ. എന്നിട്ട് ഞാൻ അന്വേഷിച്ചിറങ്ങും. ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ അമ്മ ഒഴിക്കിയ കണ്ണീരിന് ഞാൻ കടിച്ചിറക്കിയ അപമാനത്തിന് കുത്തും പെരിയവരെ, മതിയാവോളം കുത്തും. ആ കണക്ക് തീർത്ത സമാധാനത്തോടെ ഞാൻ ഏതെങ്കിലും ജയിലിന്റെ കോണി കിടക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. എനിക്ക് പെരിയവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ കാണാൻ വരുമോ? എനിക്കറിയാം എന്നെ കാണാൻ പേരാരുമില്ലല്ലോ.
പ്രവേശിച്ചവർകളും ദഗ്ധദേഹം വൃത്താരിലോകം വൃദ്ധതപോധനൻ അങ്ങേരമെന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനോ ഉറക്കത്തിൽ എപ്പോഴോ ആണ്. நான் அவங்கள பார்க்கலாமா? பார்த்துட்டு உடனே போயிடுறேன். വേണ്ട, കാണേണ്ടിയിരുന്നത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. யாருக்கும் தெரியாம ஒரே ஒரு தடவை பார்த்துட்டு போயிடுறேன். இனிமே அவங்கள பார்க்க முடியாது. கடைசியா വേണ്ട, ഗോവിന്ദൻകുട്ടി പോയി കുളിച്ചിട്ട് വാ. ഇനി ആരും വരാനില്ലല്ലോ. ആരാത്? ആരാത്? രണ്ടാളേ ഉള്ളു അവിടെ വരാൻ. ഒന്നുകിൽ അപ്പുവാമ്മയാണ്, അല്ലെങ്കിൽ അയാളാണ്. അപ്പുവാമ്മയ്ക്ക് നേരിട്ട് വരാം. എനിക്കറിയാം അത് അയാളാണ്. ഇവിടെ വന്നിരിക്കുന്ന തമിഴന്മാരുടെ കൂട്ടത്തില് ഒന്നെന്റെ തന്തയാണ്. അപ്പുവാമ്മ, അതറിഞ്ഞിട്ടാണ് എന്റെ അമ്മ ചങ്ക് പൊട്ടി ചത്തത്. കോന്നോട്ടി അല്ലേ? സത്യമല്ലേ? വെറുത്തുപോയി, എല്ലാരും വെറുത്തുപോയി, എന്റെ അമ്മയടക്കം. മരിക്കുന്നതിന് മുമ്പ് തന്തയാരാണെന്ന് അറിയാനുള്ള തെളിവ് പോലും ബാക്കി വെക്കാതെ. അപ്പോമാ, അപ്പോമാ, ഞാൻ അപ്പോമ്മയുടെ കാല് പിടിക്കാം. ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ അയാളെ. ഇല്ല, എനിക്കറിയില്ല. കള്ളം. എന്റെ മുഖത്ത് നോക്കി പറയാമോ അയാളെ അറിയില്ലെന്ന്? എനിക്കറിയാം, എന്നാലും ഞാനായിട്ട് കാണിച്ചു തരില്ല. അതിനെ തരില്ല. ആരും എന്നെ സഹായിക്കണ്ട. എനിക്കറിയാം, എനിക്കറിയാം അതിന്റെ വഴി.
അദ്രുമാന്റെ വീട് എവിടെ? അദ്രമാനോ? ഈ വഴി നേരെ വളവ് തിരിഞ്ഞ മൂന്നാമത്തെ വീട്. പാപ്പ ചായ. ആരാ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴൻ തല്ലിയൊടിച്ച കാലുമായി രായ്ക്ക് രാമാനം കടത്ത് കടന്ന ഒരു അദ്രുമാനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒന്ന് കാണാമെന്നാ. എന്തിന്? പ്രതികാരം ചെയ്യാൻ. ഇപ്പോഴും മോഹമുണ്ടോന്നറിയാൻ. തെളിച്ചു പറയൂ. അയാളുടെ ആ തമിഴന്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ശത്രു തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാ മതി. പകരം വീട്ടാൻ നിങ്ങൾ വേണ്ട, ഞാനുണ്ട്. എന്റെ ശത്രുവിനോട് പകരം വിട്ട നീ ആര്? ഇനി ആർക്കു വേണ്ടി അങ്ങനെ കാത്തുകെട്ടി കിടക്കണേ? ഗൗരി പോയി, അല്ല നിങ്ങൾ കൊന്നു. ചെയ്തിടത്തോളം പാവങ്ങൾ പോരെ. ഇനി എന്താ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കിയിട്ട് അവന്റെ ജീവിതം കൂടി തുലയ്ക്കണോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൻ തിരിച്ചറിയും മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും. നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലാത്തവനാ ഞാൻ. പക്ഷെ എനിക്ക് അവനെ വേണം. എന്റെ വായ്ക്കരിയിടാൻ ഇനി അവനേ ഉള്ളൂ. அவனுக்கு ஒரு குறையும் வரக்கூடாது. அந்த பிரார்த்தனை மட்டும் தான் என் மனசுல இருக்கு. പിന്നെന്തിനാ ഇങ്ങനെ കലിച്ചു തൂങ്ങി കിടക്കണേ? പൊയ്ക്കൂടെ? போறேன். ஆனா என் மனசுல இருக்க பாவச்சுமையை எங்க இறக்கி வைப்பேன்? எந்த நிம்மதியோட திரும்பி போவேன்? ഭാഗ്യവാനല്ലേ നിങ്ങൾ? പരമഭാഗ്യവാൻ. സ്വന്തം മകനോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതയും ചെയ്തിട്ടും ജീവിതത്തിൽ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാകാൻ കഴിയില്ലേ? അതുപോലെ ഇതിൽ കൂടുതൽ എന്ത് സമാധാനാ വേണ്ടത്? അവന്റെ മനസ്സിൽ ഈ ചിത്രം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് തിരുത്തരുത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. പോണം. போய் தான் தீரணுமா? வேற வழியே இல்லையா? പോയാൽ മാത്രം പോരാ, ഒരു പ്രായച്ചിത്തം കൂടെ ചെയ്യണം. അവന് വേണ്ടി അവൻ അന്വേഷിക്കുന്ന ആ വൃത്തികെട്ട തന്തയെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അയാൾ മരിച്ചുപോയി എന്ന് നിങ്ങൾ അവനെ എഴുതി അറിയിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. കുഞ്ഞുനാൾ തൊട്ട് അവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പക അതോടെ അവസാനിക്കും. ശേഷിച്ച കാലമെങ്കിലും അവനൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്റെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അല്ല, നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തോടെ. செய்யாம். நீங்க சொன்ன வார்த்தை மாறாம நடந்துக்கிறேன். என்னோட மரண செய்தியே நானே என் மகனுக்கு எழுதி அனுப்புறேன். நாகராஜா பாலக்காட்டுல இருக்கான். நான் இல்லாத போது ஏதாவது அவசரம்னு அவங்கிட்ட சொல்லு. சரிங்கய்யா, நானும் உங்க கூட ஸ்டேஷனுக்கு வரேன்யா. யாரும் வர வேணாம் போ.
ചാറ് സൂക്ഷിച്ചു നോക്ക്, അപ്പൊ ഓർമ്മ വരും. മനസ്സിലായില്ലേ? ഒരു പഴയ അദ്രുമാനെ ഓർമ്മയുണ്ടോ? പണ്ട് വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കടവ് വഴി പുത്തങ്കവല വരെ ടാട്ടിച്ച് കാലൊടിച്ച ഒരു അദ്രുമാനെ. അദർമാൻ അഴിവാങ്ങലാണ് വന്തിയ? അല്ല, കൂലിത്തല്ലും ചട്ടമ്പിത്തരമായി നടന്ന എനിക്ക് ഒരു കുടുംബം ഉണ്ടെന്നുള്ള ചിന്തയില്ലായിരുന്നു. എല്ലാം എന്റെ കാൽ കീഴിലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ കാൽ ഒടിഞ്ഞപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത്. എന്റെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനൊരു മനുഷ്യനായത്. ഒരുപാട് നന്ദിയുണ്ട്. മകനൊരു ജോലി കിട്ടിയപ്പോ, മകള് ഡോക്ടറായപ്പോ, ജീവിതത്തിൽ ഓരോ നല്ല നിമിഷവും കടന്നു വന്നപ്പോ ഞാൻ ഓർത്തു, ഒരുപാട് നന്ദിയോടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന്, ഈ കാലി തൊട്ടൊന്ന് തൊഴണമെന്ന്. காரியத்தை நம்ம செய்யறோம், காரணத்தை அவன் தீர்மானிக்கிறான். சில காரியம் நன்மையில முடியுது, சில காரியம் சோதனையில முடியுது. எதுவுமே நம்ம கையில இல்லை, எல்லாம் ஆண்டவன் செயல். வாழ்க்கையில நான் ஒரு சின்ன நன்மையாவது செய்திருக்கேன்னு நீங்க ஞாபகப்படுத்துறீங்களே, அதுக்காக நான் தான் உங்களுக்கு நன்றி சொல்லணும். வரட்டே.
ഇനി സിഗ്നലായി കേൾക്കും. പെരിയരെ, ഞാനിതൊരിക്കലും മറക്കില്ല. சின்னா, நீ உங்க அப்பாவை பார்க்கணுமா? நான் தான் அந்த பாவி. என்ன அடிக்கிறதா இருந்தா அடிச்சிடு, இல்ல கொலை வேண்டாலும் பண்ணிடு. நான் சிந்துற ரத்தத்திலேயாவது പ്രായച്ചിത്തം கிடைக்கட்டும். നന്നായി പെരിയരെ, നിങ്ങൾക്ക് എന്നെ ഇത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കറിയാം, നിങ്ങളാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തളർന്നു പോകുമെന്ന്, എന്റെ മനസ്സിലെ പക ഉറഞ്ഞു പോകുമെന്ന്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയിൽ நான் என்ன சொன்னா நீ நம்பு? உன்னை எப்படி நம்ப வைக்கிறது? എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെ പോലുള്ള ഒരാളുടെ മകനാകാനുള്ള ഭാഗ്യം എനിക്കില്ല. എന്റെ മനസ്സിലുള്ള ആ വൃത്തികെട്ട അച്ഛനാകാൻ പെരിയവർക്കും കഴിയില്ല. പെരിയവര് പോ, പെരിയവര് പോ. நான் தான் உங்க அப்பா. டேய் சின்னா, அப்பா என்னடா இது? நான் தான்டா உங்க அப்பா, நான் தான் உங்க அப்பா. டேய் சின்னா, நான் சொல்றது நம்பு. நான் உங்க அப்பா. இவ்வளவு நாள் நீ யாரை கொலை செய்யணும்னு எதிர்பார்த்துட்டு இருந்தியோ அந்த பாவி நான் தான்டா. நான் தான் உங்க அப்பா. என்ன நம்பு சின்னா. நான் எப்படிடா நம்ப வைக்கிறது? அப்பு அப்பு, நீ சொல்லுப்பா, நீ சொல்லு. நான் தான் அப்பான்னு சொல்லு, நான் தான் அப்பான்னு சொல்லு. சொல்லுப்பா சின்னா. சின்னா சின்னா சின்னா. ആ പോയതാണ് എൻ്റെ അച്ഛൻ, അല്ലേ അപ്പോ അമ്മ? ഞാൻ സംശയിച്ചിരുന്നു, ആവരുതേ എന്ന് ഞാൻ ആശിച്ചിരുന്നു. ആണെന്നറിഞ്ഞാൽ വെറുത്തുപോയാലോ എന്ന് ഭയന്നു. പെരിയവര് വലിയ മനുഷ്യനാണ്, എൻ്റെ അച്ഛനും, അല്ലേ അപ്പോ അമ്മ? പക്കത്തും പക്കത്തും കന്നാരി കോലങ്ങൾ തെക്കന്നം തെയ്യന്നം പായുന്നേ കാക്കാല കണ്ണ